ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ കറൻറ്റ് തോട്ട്സ് ആൻഡ് കറൻറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണത്. യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലായിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികളും ആവാം. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആ ഒരു പീരീഡിലൂടെ ആയിരിക്കാം ഇപ്പോൾ ആ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഹാങ്ഡ് മാൻ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പല കാര്യങ്ങളും അവരുടെ മാത്രം ആംഗിളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയൊക്കെയാണ് ചിലപ്പോൾ സ്വന്തം ഭാഗത്തു നിന്നായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുണ്ടാവുക, നമ്മളുടെ ഭാഗം മാത്രമാണ് ശരി എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ പോരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്റ്റക്നെസ്സും അവർക്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ജസ്റ്റിസ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതും ഒരു കർമ്മ റിലേറ്റഡ് എനർജി കൂടിയാണ്. മാത്രമല്ല നിങ്ങളോട് ചെയ്ത പല കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായതെന്നുള്ളത് നമുക്കിവിടെ അറിയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പേഴ്സൻ്റെ ഒരു ചിന്താഗതിയും ആയിരിക്കാം. കാരണം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല മാറ്റങ്ങളും ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് തന്നെ കാണാം. അപ്പോൾ നമ്മളിവിടെ അവരുടെ ഒരു കറൻറ്റ് തോട്ട്സ് ആൻഡ് സിറ്റുവേഷനാണ് നോക്കുന്നതെങ്കിൽ പോലും ഇതിനകത്ത് വന്നിരിക്കുന്ന പല കാര്യങ്ങളും ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നവർക്ക് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കണം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കോർട്ടിൽ കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. ഇനി വേറെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേസുകൾ, വഴക്കുകളൊക്കെ കാരണം മാറി നിൽക്കുന്ന വ്യക്തികളാവാം. ചിലർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും, ചിലവർ അങ്ങനെ അല്ലാത്ത റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നിയമ നടപടിയിലേക്കോ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി മൂലം നിങ്ങളെ തമ്മിൽ അത്രയും കാര്യമായിട്ട് അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ലവേഴ്സ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് വ്യക്തമായിട്ട് കാണാം, സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഇടയിൽ നിൽക്കുന്ന മൂന്നാമതൊരു വ്യക്തിയെ നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തിനിടയിൽ തടസ്സമായിട്ട് മറ്റൊരു വ്യക്തി കയറി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ലവേഴ്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിട്ട് പോയിരുന്ന ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഒരു ഡെപ്തിലേക്ക് പോയിട്ടുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ ഒരു ഇൻ്റർഫിയറൻസ് ആണ് ഇതിനകത്ത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ആരാണ് ഇവരോടൊപ്പം ഉള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും, ചിലവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലിയിലുള്ളവരാവാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു റിലേഷൻഷിപ്പ് ആവാം. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവരെക്കാളും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ആരപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ടൊരു മുൻഗണന, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു സ്ഥാനം നിങ്ങൾക്ക് തന്നെയാണുള്ളത്. അപ്പോൾ വേണമെങ്കിൽ പാസ്റ്റിൽ ചിലപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നിരിക്കാം, ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിക്കായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവുന്നത്, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആവാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു കറൻറ്റ് തോട്ട്സിൽ നിങ്ങൾക്ക് തന്നെയാണ് മുൻഗണന, അല്ലെങ്കിൽ നിങ്ങളെയാണ് അവർ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഇവരോട് സ്നേഹത്തോടു കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കയ്യിൽ ഒരു കത്തി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു പേഴ്സൺ അത് തിരിച്ചറിഞ്ഞില്ലായിരുന്നു.
അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവില്ലാതെ പോയതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ കയറി വന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇവർക്ക് ഇത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാ രീതിയിലും ചിന്തിക്കാനും മനസ്സിലാക്കാനും അവർക്ക് കഴിയുന്നത് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്കിപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നത്. അപ്പോൾ നേരത്തെ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ മുഖംമൂടിയിൽ വീണു പോയൊരു പേഴ്സൺ ആയിരിക്കാം. തേർഡ് പാർട്ടി ആരാണെന്ന് ഉണ്ടെങ്കിലും അവരെ ഒരുപാട് വിശ്വസിച്ച വ്യക്തിയായിരിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കറൻ്റ്ലി ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ അവർക്ക് പുറത്ത് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെല്ലും പതിനും തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിയുടെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു നഷ്ടബോധമുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി വേണ്ട എന്ന് വിചാരിച്ചെങ്കിൽ അതുവരെയൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നീണ്ടു പോകേണ്ടെന്ന ഒരു ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അപ്പോൾ അവർ ഒരു സ്ട്രോങ് ഡിസിഷനോ ആക്ഷനോ ഒക്കെ എടുക്കാതിരുന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനി ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ഒക്കെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് കാണാം. നമുക്കിവിടെ ഒരു 5 ഓഫ് വാൺസ് എനർജി ആൻഡ് 5 ഓഫ് കപ്സ് എനർജിയും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ഒരു വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പാസ്റ്റിൽ. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സ്വന്തമാക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിനോ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പേഴ്സൺ മാത്രമായിരിക്കണം എന്നില്ല, മറ്റ് ചില വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സപ്പോർട്ട് ചെയ്യുന്ന വേറെയും ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. അതായത് ഒരു ബലം പിടിച്ച് മാറ്റുക അല്ലെങ്കിൽ പിടിച്ചു പറിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കണം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ കറൻ്റ് ഈ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒറ്റപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഇതിനകത്ത് തേർഡ് പാർട്ടി ഇല്ലെന്നോ അല്ലെങ്കിൽ അവർ ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതല്ല. മാനസികമായിട്ട് ആ ഒരു പേഴ്സൺ ആരോടും മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ടാവില്ല. ആ ഒരു വ്യക്തി ആ ഒരു തരത്തിൽ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആ ഒരു സമയം വരെ അല്ലെങ്കിൽ അത് കട്ട് ഓഫ് ആകുന്ന ആ ഒരു സമയം വരെ ആയിരിക്കാം ചിലപ്പോൾ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി അത്രയും സ്നേഹത്തോടു കൂടി ഇവരോട് പെരുമാറിയിട്ടുണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഇവരെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ടാകുന്നത്. എപ്പോൾ മുതലാണോ നിങ്ങൾ മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് തോന്നിയിട്ടുണ്ടാകുന്നത്, അപ്പോൾ മുതൽ അവരുടെ ഒരു റിയൽ ഫേസ് ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു ലവേഴ്സ് എനർജി എടുത്തപ്പോഴും പലരുടെയും ഒരു റിയൽ ഫേസ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു റിയാലിറ്റി ഒരു പേഴ്സൺ തിരിച്ചറിയുന്നു എന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ വളരെയധികം ഡിഫെൻസീവായിട്ടായിരിക്കും ഇപ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ആരെയും കൂടുതലായിട്ട് അടുപ്പിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പഴയ സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്നത് പോലെ തന്നെ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി ആരാണോ അവരുടെ അടുത്ത് വലിയ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ടാവില്ല. ഈവൻ ഇവരുടെ ഫാമിലിയിലുള്ളൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പഴയ ഇൻറ്റിമസിയിലേക്ക് കാര്യങ്ങളിലൊക്കെ ഒന്നും ഈ ഒരു പേഴ്സൺ പോകാനായിട്ട് തയ്യാറാവുന്നുണ്ടാവില്ല. കാരണം നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ പലരുടെയും ഒരു തനി നിറം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ആലോചിച്ചെടുക്കണം, അല്ലെങ്കിൽ അത്രയും ഒരു കരുതലോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടായാൽ പോലും പല കാര്യങ്ങളും ഓക്കെ ആക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മളുടെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്തുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാരോടും അധികം മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു അടുത്തേക്ക് വരാനോ ഈ ഒരു പേഴ്സൺ സമ്മതിക്കുന്നില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ റിയൽ ഫേസ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്ന സമയമായിട്ട് പോലും അവർക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ട്രാപ്പിൽ പെട്ടുപോയ ഒരു അവസ്ഥയായിരിക്കാം. ഇപ്പോഴായിരിക്കും അവരത് റിയലൈസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഫാമിലിയിലുള്ള വ്യക്തികളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആണ് ഈ ഒരു തേർഡ് പാർട്ടി എങ്കിൽ ചിലപ്പോൾ ആ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. ഇവിടെയുള്ള ഈ ഒരു ചാരിയറ്റ് എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ആ ഒരു വ്യക്തി 2 കുതിരകളെ നിയന്ത്രിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. രണ്ടും 2 ദിക്കിലേക്ക് പോകുന്നു. ആ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർ പല കാര്യങ്ങളും ഇപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ട് എന്തെങ്ങനെയാണെന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ
നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടീനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ധാരണ വന്നപ്പോഴായിരിക്കാം അവർക്ക് ഇത്രത്തോളം നിങ്ങളോടുള്ള ഒരു സ്നേഹം താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഒരു ടൈമിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് അത്രയും അവരൊരു ഇൻറ്റിമസിയിൽ പോയിരുന്ന ഒരു ടൈമിലോ ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യം കാണിച്ച ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവർ നിങ്ങളെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്, നിങ്ങളില്ലാത്തതിൽ അവർ ദുഃഖിക്കുന്നുണ്ട്, ഈ ഒരു സെപ്പറേഷൻ അവരെ വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ആ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസ് അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു ടൈം പീരീഡാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹമായിരിക്കും അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയാലിറ്റി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ പാസ്റ്റിൽ ബ്ലെയിം ചെയ്തിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ടൈം പീരീഡാണ്. മാത്രമല്ല നിങ്ങളോട് അവർ ക്ഷമ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അപ്പോൾ ആ ഒരു ലവേഴ്സ് എനർജിയുടെ താഴെ തന്നെ വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ പലർക്കും ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജി ആയിരിക്കാം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. വളരെ ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, സൈക്കിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. മാത്രമല്ല പല കാര്യങ്ങളും സീക്രറ്റീവായിട്ട് വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരെ പെട്ടെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാനോ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നടത്തിയെടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്ന് അവരുടെ ഒരു ഫേസ് നമുക്ക് റിവീൽ ചെയ്ത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാക്കിയെടുക്കാനോ ഒന്നും സാധിക്കാത്തൊരു അവസ്ഥയായിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുവരാൻ അല്ലെങ്കിൽ ഇറങ്ങി വരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ ഇവർക്കൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ മേ ബി ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഇപ്പോഴും ഇവരുടെ പിന്നാലെ ഒരു നിഴൽ പോലെ ഉള്ളത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും വിട്ടുപോകാതിരിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ അവരുടെ ഒരു കറന്റ് തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ പോലും ഇത് ഒറ്റയടിക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ആ ഒരു പേഴ്സൺ പല കാര്യങ്ങളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമായിരിക്കണം. എങ്കിൽ കൂടിയും ഒപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ക്ഷമ ചോദിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ബോധ്യമുണ്ട് ഈ ഒരു പേഴ്സണ്. ജസ്റ്റിസ് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പല തിരിച്ചറിവും കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കടിഞ്ഞാണ് അവരുടെ കയ്യിലല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവരുടെ ഒരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ഇവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നൊരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിരിക്കാം ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ കൺട്രോളിലല്ല ഇപ്പോഴും, അല്ലെങ്കിൽ ചിലപ്പോൾ സമയം വളരെയധികം വൈകിപ്പോയിട്ടുണ്ടാവാം. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സമയം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ അന്ന് ആക്ഷൻ എടുക്കാതിരുന്നത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് പോയതുകൊണ്ടോ അന്ന് അതൊക്കെ നടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വെയിറ്റിംഗ് എനർജിയിലാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമിൽ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ ഒരു കൺട്രോൾ അവരുടെ കൈകളിലേക്ക് വരുന്നൊരു സമയത്ത് നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ പേഴ്സണായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പുമായിട്ടോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവേണ്ട സിറ്റുവേഷൻ ആയിരിക്കില്ല. ഇവിടെ തീർത്തും നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ്. മാത്രമല്ല ആ ഒരു നോ കോൺടാക്റ്റ് തുടങ്ങിയിട്ടും ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കുറച്ചധികം നാളുകളെടുത്ത് ഒരു നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഇവിടെ ഇവർക്ക് പല ഒരു തിരിച്ചറിവുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് റീഡിങ് കേൾക്കുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്ത് പോയല്ലോ എന്ന് വിചാരിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ സത്യം മനസ്സിലാക്കി വരണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കാം, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയിട്ട് വരണം എന്ന് വിചാരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.